നമസ്കാരം. വാർത്താരംഭം തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. കരമന അഖിൽ വധത്തിൽ മുഖ്യപ്രതി പിടിയിൽ. അഖിൽ പിടിയിലായത് തമിഴ്നാട്ടിൽ നിന്ന്. ഗൂഢാലോചനയിൽ പങ്കുള്ള 3 പേർ കസ്റ്റഡിയിൽ. മറ്റ് പ്രതികൾക്കായി തെരച്ചിൽ. നാലാം ഘട്ട വോട്ടെടുപ്പ് നാളെ. തെരഞ്ഞെടുപ്പ് 10 സംസ്ഥാനങ്ങളിലെ 96 മണ്ഡലങ്ങളിൽ. ഇന്ത്യ മുന്നണിക്കായി പ്രചരണം ശക്തമാക്കി അരവിന്ദ് കെജ്രിവാൾ. മോദിക്കെതിരായ വിമർശനം തുടരും. പ്രതിരോധിക്കാൻ ബിജെപി. ആർഎംപി നേതാവ് ഹരിഹരന്റെ സ്ത്രീവിരുദ്ധ പ്രസംഗം വിവാദത്തിൽ. ഒരിക്കലും പാടില്ലാത്ത പരാമർശമെന്ന് കെ രമ. ഹരിഹരനെതിരെ നിയമ നടപടിക്കൊരുങ്ങി ഡിവൈഎഫ്ഐ. സമൂഹമാധ്യമത്തിലൂടെ ഖേദം പ്രകടിപ്പിച്ചു ഹരിഹരൻ. +2 സീറ്റ് വിഷയത്തിലെ ലീഗ് പ്രതികരണത്തെ വിമർശിച്ചു കെ.ടി. ജലീൽ. സർക്കാരിനെതിരെ മുസ്ലിം വിരുദ്ധ ചാപ്പ കുത്താനുള്ള ശ്രമമെന്നും വിമർശനം. വടകര പൂത്തിരി മലപ്പുറത്ത് കത്തിക്കരുതെന്നും ജലീൽ. തൃപ്പൂണിത്തുറയിൽ അച്ഛനെ ഉപേക്ഷിച്ച സംഭവത്തിൽ നടപടിക്ക് പോലീസ്. മകൻ അജിത് കുമാറിനെ ചോദ്യം ചെയ്യും. വയോധികനെ ഏറ്റെടുക്കാൻ തയ്യാറാകാതെ പെൺമക്കളും. കടുത്ത ചൂടിന് ശമനമേകി വിവിധയിടങ്ങളിൽ വേനൽ മഴ. ഇന്ന് 3 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. ആശ്വാസത്തോടെ കർഷകർ. പാലക്കാടൻ പാടങ്ങളിൽ കൃഷിക്കൊരുക്കം. ഇന്ന് ലോക നഴ്സസ് ദിനം. കരുതലിന്റെ മാലാഖമാർക്ക് ലോകത്തിന്റെ ആദരം. വാർത്താരംഭത്തിലേക്ക് വിശദമായി നോക്കാം. കരമന അഖിൽ കൊലക്കേസിൽ മുഖ്യപ്രതികളിൽ ഒരാളെ പിടിയിൽ. പ്രതി അപ്പു എന്ന അഖിൽ ആണ് പോലീസ് പിടിയിലായത്. തമിഴ്നാട്ടിൽ നിന്നാണ് കൊലയിൽ നേരിട്ട് പങ്കെടുത്ത അഖിലിനെ പിടികൂടിയത്. കേസിൽ ഇനി 2 പേരാണ് പിടിയിലാകാനുള്ളത്. നേരത്തെ ഗൂഢാലോചനയിൽ പങ്കുള്ള 3 പ്രതികൾ കൂടി പിടിയിലായിരുന്നു. വി വിനോദുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിനോദ്, അഖിൽ കേസിലെ മുഖ്യപ്രതിയാണ്. എവിടെ നിന്നാണ് ഇയാളെ പിടികൂടിയത്? വിവരങ്ങൾ. ഈ കേസിലെ 1-ാം പ്രതിയാണ് പിടിയിലായിട്ടുള്ളത്. അപ്പു എന്ന് വിളിക്കുന്ന അഖിലാണ് കേസിലെ 1-ാം പ്രതി. ഈ കൊല്ലപ്പെട്ട അഖിലിന്റെ ശരീരത്തിൽ തുടർച്ചയായി ഭാരമുള്ള കല്ല് ഇട്ടത് അഖിലാണ് ഈ കൊലപാതകം ആസൂത്രണം ചെയ്തതും. നേരത്തെയുള്ള അനന്തു കേസിലെയും പ്രധാന പ്രതി അഖിൽ തന്നെയാണ്. ഈ അപ്പു എന്ന് വിളിക്കുന്ന അഖിൽ തന്നെയാണ്. തമിഴ്നാട്ടിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. ഇതുവരെ കേസിൽ പിടിയിലായവരുടെ എണ്ണം 5ആയി. ഇവർക്ക് സഹായം ചെയ്തവർ ഉൾപ്പെടെയാണ് പിടിയിലായത്. ഈ വാഹനം ഓടിച്ചിരുന്ന, അതായത് കൊലപാതകത്തിന് മുൻപ് പ്രതികൾ കരമനയിലേക്ക് എത്താൻ ഉപയോഗിച്ചിരുന്ന ഇന്നോവ കാർ ഓടിച്ചിരുന്ന പ്രതിയും നേരത്തെ പിടിയിലായിരുന്നു. അനീഷാണ് പിടിയിലായത്. അനീഷാണ് ഈ വാഹനം ഓടിച്ചിരുന്നത്. അനീഷിനും 2019 കൊലപാതകത്തിൽ പങ്കുണ്ട്. ഇവർ ആ ഒരു സംഘം തന്നെയാണ് ഇപ്പോൾ 2ാമത്തെ കൊലപാതകവും ചെയ്തിരിക്കുന്നത്. ഹരിലാൽ, കിരൺ കൃഷ്ണ എന്നിവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രതികൾക്ക് ഒത്താശ ചെയ്ത, ഈ കൊലപാതകത്തിന് സഹായം ചെയ്ത ആളുകളാണ് ഈ 3 പേരും. ഇതിൽ പ്രധാനമായും ഈ കിരൺ കൃഷ്ണയുമായുള്ള അഖിലിന്റെ തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് എത്തിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്, പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ദിവസം വൈകിട്ട് ബാറിൽ വെച്ചുണ്ടായ ഒരു തർക്കമാണ്, പാപ്പനാംകോട്ടത്തെ ഒരു ബാറിൽ വെച്ചുണ്ടായ തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. അന്ന് അവിടെ കൊല്ലപ്പെട്ട അഖിലിനൊപ്പമുള്ള 8-അംഗ സംഘവും ഈ പ്രതികളുടെ കൂടെയുള്ള 3-അംഗ സംഘം, അതിൽ കിരൺ കൃഷ്ണ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് അഖിലും കിരണുമായി ഉണ്ടായ തർക്കം, ഇവർ തമ്മിലുണ്ടായ ഉന്തും തള്ളുമാണ് ഇപ്പോൾ ഈ ഒരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത്. ഏറ്റവും നിഷ്ഠൂരമായ ഒരു കൊലപാതകം എന്ന നിലയ്ക്ക് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ ദൃശ്യങ്ങൾ വന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തുടർച്ചയായി കമ്പിവടി കൊണ്ട് അഖിലിന്റെ തലയ്ക്കടിക്കുകയും പിന്നീട് ഭാരമുള്ള കല്ല് തുടർച്ചയായി 6 തവണ ശരീരത്തിലിടുകയും ചെയ്തു. ബന്ധുക്കളെത്തി, വീടിനടുത്ത് തന്നെയായിരുന്നു സംഭവം. ബന്ധുക്കളെത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ തലയോട്ടി 2ആയി പിളർന്ന നിലയിലായിരുന്നു. അവിടെ തന്നെ മരണം സംഭവിച്ചു എന്ന് ഡോക്ടർമാർ പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇവർ ഇങ്ങനെ ക്രൂരമായി നടത്തുന്ന 2ാമത്തെ കൊലപാതകമാണ്. നേരത്തെയും നിരവധി ക്രിമിനൽ കേസുകളിൽ ഇവർ ഉൾപ്പെട്ടിട്ടുണ്ട്. 2019 കൊഞ്ചിറവള ക്ഷേത്രത്തിലെ ഒരു ചെറിയ തർക്കവുമായി ബന്ധപ്പെട്ടാണ് അന്ന് അനന്തു എന്ന
യുവാവിനെ ബൈക്കിൽ ഇവർ കയറ്റിക്കൊണ്ടു പോകുന്നത്. പിന്നീട് ആളൊഴിഞ്ഞ പറമ്പിൽ തകർന്ന കെട്ടിടത്തിനുള്ളിൽ ഒരു ദിവസത്തോളം ക്രൂരമായ മർദ്ദനത്തിനിരയാക്കിയിരുന്നു. അവിടെയും ഈ തരത്തിൽ തന്നെയാണ് കാലുകളിലെയും കൈകളിലെയും ഞരമ്പുകൾ മുറിക്കുകയും നഖം വീഴുകയും കണ്ണ് കുത്തിപ്പൊട്ടിക്കുകയും തലയിൽ കരിക്ക് കൊണ്ട് ഇടിക്കുകയും ചെയ്തു. അന്ന് KGF സിനിമയിലെ സംഭാഷണങ്ങൾ പറഞ്ഞുകൊണ്ട് ആ സിനിമയിലെ രംഗങ്ങൾ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലാണ് ഇവർ ക്രൂരമായ കൃത്യങ്ങൾ ചെയ്തത്. അതേ കേസിലെ പ്രതികൾ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ളൊരു ക്രൂരമായ കൊലപാതകം നടത്തിയിരിക്കുന്നത്. സമാന രീതിയിൽ തന്നെയാണ്, ഏറ്റവും പൈശാചികമായ രീതിയിൽ ഈ കൊലപാതകം നടത്തിയിരിക്കുന്നു. ഇനി ഈ കേസിൽ 2 പേരാണ് പിടിയിലാകാനുള്ളത്. വിനീഷ്, സുമേഷ് എന്നിവരാണ് പിടിയിലാകാനുള്ളത്. ഈ അഖിൽ എന്ന പ്രതി ഇതിൽ പിടിയിലായിട്ടുണ്ട്. 3 പേർ ചേർന്നാണ് ഈ കൊലപാതകം നടത്തുന്നത്. അതിന്റെ CCTV ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. പാർവതി. വിനോദ്, ഈ 2 പേർക്കായി പോലീസ് തെരച്ചിൽ തമിഴ്നാട്ടിലേക്ക് അടക്കം വ്യാപിപ്പിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പോലീസ് എന്താണ് ഇക്കാര്യത്തിൽ പറയുന്നത്? ഇവർക്ക് നേരത്തെയും തമിഴ്നാട് ബന്ധമുണ്ട്. ഇപ്പോൾ 1-ാം പ്രതി പിടിയിലായിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. കഴിഞ്ഞ ദിവസം ഈ വാഹനം ഓടിച്ചിരുന്ന അനീഷ് പിടിയിലാകുന്നത് ബാലരാമപുരത്ത് നിന്നാണ്. ഇവർ തെക്കൻ ജില്ലയിൽ നിന്ന് തിരുവനന്തപുരത്തിന്റെ തെക്കൻ പ്രദേശത്തേക്ക് കടന്നതായും പിന്നീട് തമിഴ്നാട്ടിലേക്ക് കടക്കാനുള്ള പ്രധാന പ്രതികൾ സാധ്യത നേരത്തെ തന്നെ പോലീസ് മനസ്സിലാക്കിയിരുന്നു. വിഴിഞ്ഞം ഭാഗത്തു നിന്നാണ് ഇവർ ഈ കൊലപാതകത്തിനുള്ള വാഹനം വാടകയ്ക്കെടുത്തത്. ആ വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചിരുന്നു. വാഹനം ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ആ വാഹനം കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവർക്ക് തമിഴ്നാട് ബന്ധം ഉണ്ട് എന്ന ഒരു വിലയിരുത്തൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തമിഴ്നാട്ടിൽ തിരച്ചിൽ നടത്തുന്നത്. 1-ാം പ്രതിയെ തമിഴ്നാട്ടിൽ നിന്ന് തന്നെ പിടികൂടി. ഇനി 2 പേരാണ് ഈ സംഘത്തിലുള്ള, അതായത് CCTV ദൃശ്യങ്ങളിൽ കാണുന്നതിൽ 2 പേരാണ് ഇനി പിടിയിലാകാനുള്ളത്. ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് നടത്തുന്നത്. ഇവരുടെ ബന്ധുക്കളെ അടക്കം വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. ഇവരുടെ സുഹൃത്തുക്കളെയും പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. അവരിൽ പലരെയും കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ബിനീഷ്, സുമേഷ് എന്നിങ്ങനെ 2 പേരാണ് ഇനി പിടിയിലാകാനുള്ളത്. പറഞ്ഞു. കരമന അഖിൽ കൊലക്കേസിൽ മുഖ്യപ്രതികളിൽ ഒരാളായ അപ്പു എന്ന അഖിൽ പിടിയിലായിരിക്കുന്നു. ഇയാളെ തമിഴ്നാട്ടിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. ഇനി 2 പേരെയാണ് കേസിൽ പിടികൂടാനുള്ളത്. വിവരങ്ങൾ നൽകിയത് VV വിനോദ്. CPM വർഗീയതയ്ക്കെതിരായ UDF പരിപാടിയിൽ ലൈംഗിക അധിക്ഷേപവുമായി RMP നേതാവ്. വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരെയാണ് RMP നേതാവ് KS ഹരിഹരൻ ലൈംഗിക അധിക്ഷേപ പരാമർശം നടത്തിയത്. KK ശൈലജ ടീച്ചറുടെ അശ്ലീല വീഡിയോ ആരെങ്കിലും ഉണ്ടാക്കുമോ എന്നും ഹരിഹരൻ ചോദിച്ചു. ടീച്ചറെ ഒരു പോർണോ വീഡിയോ ഉണ്ടാക്കി ആരെങ്കിലും ഉണ്ടാക്കും? അത് മഞ്ജു വാര്യരുടെ പോർണോ വീഡിയോ ഉണ്ടാക്കിയത് നമുക്ക് കേട്ടോ മനസ്സിലാവും. ആരെങ്കിലും ഉണ്ടാക്കും അത്? ഹരിഹരനെ തള്ളി KK രമ രംഗത്തെത്തി. പരാമർശം തെറ്റായെന്നും ഒരിക്കലും പാടില്ലാത്തതാണെന്നും രമ പറഞ്ഞു. പ്രസംഗം വിവാദമായതോടെ KS ഹരിഹരൻ സമൂഹമാധ്യമങ്ങളിലൂടെ ഖേദം പ്രകടിപ്പിച്ചു. MS അനീഷ് കുമാറുണ്ട്. അനീഷ്, ഹരിഹരന്റെ പ്രസ്താവന തള്ളി KK രമ അടക്കമുള്ളവർ രംഗത്തെത്തി. പരാമർശം തെറ്റായെന്നും ഇത് പാടില്ലാത്തതാണെന്നും രമ പറഞ്ഞു. നിയമ നടപടിക്ക് DYFIയും ഉണ്ട്. അതിനിടയിലാണ് അദ്ദേഹത്തിന്റെ ഖേദപ്രകടനം വരുന്നത്. ഇതിൽ തീരുന്നതാണോ ഈ ഒരു വിവാദം? പാർവതി, ഇതുകൊണ്ട് ഈ വിവാദം അവസാനിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ വടകര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഘട്ടം മുതൽ തന്നെ ഇതുപോലുള്ള പരസ്പരമുള്ള വിവാദങ്ങൾ കൊണ്ടും കൊടുത്തുമൊക്കെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം കേരളത്തിൽ മറ്റൊരിടത്തുമില്ലാത്ത വിധം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷവും പ്രചാരണവുമായി അല്ലെങ്കിൽ പരിപാടികളുമായി ഈ 2 മുന്നണികളും മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് വടകരയിൽ കാണാൻ കഴിയുന്നത്. CPM-ഉം കോൺഗ്രസും UDF-ഉം RMPയും എല്ലാം വെവ്വേറെ രീതിയിൽ, യൂത്ത് ലീഗ് അടക്കമുള്ളവരൊക്കെ വെവ്വേറെ രീതിയിൽ ഓരോ പ്രചാരണ പരിപാടികളുമായി വർഗീയതയ്ക്ക് എതിരെ അല്ലെങ്കിൽ പരസ്പരം ഇരുപക്ഷവും വർഗീയ ധ്രുവീകരണം നടത്താൻ ശ്രമിക്കുന്നു എന്ന് ആരോപിച്ചാണ് ഇത്തരമൊരു പരിപാടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പേരിൽ നടന്ന ഏറ്റവും ഒടുവിലത്തെ പരിപാടിയായിരുന്നു ഇന്നലെ വടകരയിൽ സംഘടിപ്പിച്ചത്. വർഗീയതയ്ക്കെതിരെ നാടൊരുമിക്കണം അല്ലെങ്കിൽ CPM വർഗീയതയ്ക്കെതിരെ നാടൊരുമിക്കണം എന്ന വിഷയം അല്ലെങ്കിൽ ആ പേരിലാണ് ഇന്നലെ പരിപാടി സംഘടിപ്പിച്ചത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ളവർ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഈ പരിപാടിയിലെ പ്രസംഗത്തിലാണ് ഈ KK ശൈലജ ടീച്ചർക്കെതിരെ അധിക്ഷേപവുമായി RMP നേതാവ് രംഗത്തെത്തിയത്. ടീച്ചറുടെ ഫോൺ വീഡിയോ ആരെങ്കിലും ഉണ്ടാക്കുമോ? മഞ്ജു വാര്യരുടെ ഫോൺ വീഡിയോ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാകുമെന്നായിരുന്നു ഹരിഹരന്റെ പരാമർശം. കാരണം നേരത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വ്യാജ വീഡിയോ വിവാദം വലിയ ചർച്ചയായി മാറുന്നു. UDF ക്യാമ്പിൽ നിന്ന് തനിക്കെതിരെ രൂക്ഷമായ
സൈബർ ആക്രമണം നടക്കുന്നു, തന്റെ പേരിൽ വ്യാജ വീഡിയോ പ്രചരിപ്പിക്കുന്നു, ഒപ്പം മത നേതാക്കളുടെയും മറ്റും പേരുകൾ ചേർത്ത് തനിക്കെതിരെ UDF ഹാൻഡിലുകളിൽ പ്രചാരണം നടക്കുന്നു. ഇതിന് സ്ഥാനാർത്ഥിക്കും ഉത്തരവാദിത്വമുണ്ട് എന്നായിരുന്നു ടീച്ചർ ആരോപിച്ചത്. പിന്നീട് ഒരു വാർത്താ സമ്മേളനത്തിൽ ഈ ഫോൺ വീഡിയോ ഉണ്ട് എന്ന് താൻ പറഞ്ഞിട്ടില്ല, വ്യാജ വീഡിയോകൾ തനിക്കെതിരെ പ്രചരിക്കുന്നു എന്നാണ് പറഞ്ഞതെന്ന് ശൈലജ ടീച്ചർ വ്യക്തമാക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് ഈ ഫോൺ വീഡിയോയെ ചൊല്ലിയുള്ള വിവാദങ്ങൾ വളരെ ശക്തമാക്കുകയും ഇത്തരത്തിൽ ഫോൺ വീഡിയോ എന്ന വ്യാജ പ്രചാരണം നടത്തി UDF സ്ഥാനാർത്ഥിയുടെ ജനസമ്മതി കുറയ്ക്കുന്നതിനുള്ള നീക്കങ്ങളാണ് LDF ക്യാമ്പ് നടത്തിയെന്ന് ഷാഫി പറമ്പിലടക്കം ആരോപിക്കുകയും ചെയ്യുന്നു. എന്തായാലും ഇതേ തുടർന്ന് ഈ വിഷയം വലിയ ചർച്ചയായി മാറുകയും ചെയ്തു. ഒപ്പം ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് തലേന്ന് കാഫറിന് വോട്ട് നൽകരുത് എന്ന പേരിലൊരു സ്ക്രീൻഷോട്ട് മണ്ഡലത്തിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു. അതിന്റെ ഉത്തരവാദിത്വം തങ്ങൾക്കില്ല എന്നാണ് യൂത്ത് ലീഗും കോൺഗ്രസും ഒക്കെ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്തായാലും ഇതിന്റെയൊക്കെ ഒരു തുടർച്ചയായാണ് ഇപ്പോൾ ഇത്തരം പ്രതിഷേധ പരിപാടികൾ നടത്തുകയും ടീച്ചർക്കെതിരെ ഒരു അധിക്ഷേപം പോസ്റ്റ് ഒരു സിനിമാ താരത്തിന്റെ കൂടെ ചേർത്ത് മഞ്ജു വാര്യരോട് ചേർത്ത് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. RP നേതാവ് KK രമ MLA അടക്കമുള്ളവർ ഇക്കാര്യത്തെ തള്ളിപ്പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നു. ഇത് അനുചിതമായ ഒരു പരാമർശമാണ് എന്നാണ് KK രമ പറയുന്നത്. വ്യക്തിപരമായും RMP എന്ന രീതിയിലും ഇതിനെ തള്ളിക്കളയുന്നു എന്നും പറയുകയും ചെയ്തു. DYFI അടക്കമുള്ള സംഘടനകളും ഇവർക്കെതിരെ ഈ ഹരിഹരനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിനിടയിലാണ് വടകരയിൽ നടത്തിയ പ്രസംഗത്തിൽ അനുചിതമായ ഒരു പരാമർശം കടന്നു വന്നതായി സുഹൃത്തുക്കളും മാധ്യമപ്രവർത്തകരും തന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. തെറ്റായ പരാമർശം നടത്തിയതിൽ നിർവ്യാജം ഖേദിക്കുന്നു എന്നാണ് ഇതേക്കുറിച്ച് ഹരിഹരൻ ഫേസ്ബുക്കിൽ തന്നെ കുറിക്കുകയും ചെയ്തത്. പക്ഷേ ഈ വിവാദം ഇവിടെ കൊണ്ടൊന്നും ഒടുങ്ങുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹരിഹരൻ വടകരയിൽ നടത്തിയ ശ്രീവിരുദ്ധ പരാമർശം വലിയ വെല്ലുവിളിയാണ്, കേരള സമൂഹത്തോടുള്ള വെല്ലുവിളിയാണ് എന്നാണ് DYFI പറയുന്നത്. നിയമ നടപടികൾ ഇക്കാര്യത്തിൽ ആരംഭിക്കാനുള്ള ഒരുക്കത്തിലുമാണ് DYFI. പാർവതി, RMP നേതാവ് KS ഹരിഹരന്റെ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. DYFI നിയമ നടപടി സ്വീകരിക്കും. അദ്ദേഹത്തിന്റെ പരാമർശം തള്ളി KK രമ അടക്കമുള്ളവർ രംഗത്തെത്തി. വിവരങ്ങൾ നൽകിയത് MS അനീഷ് കുമാർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കും. 10 സംസ്ഥാനങ്ങളിലെ 96 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആന്ധ്രാപ്രദേശും തെലങ്കാനയും ജനവിധി തേടും. ആന്ധ്രാപ്രദേശിലെ 25 ലോക്സഭാ മണ്ഡലങ്ങളിലും തെലങ്കാനയിലെ 17 മണ്ഡലങ്ങളിലും വിധിയെഴുത്ത് നടക്കും. UPയിലെ 13 മണ്ഡലങ്ങളിലും മഹാരാഷ്ട്രയിലെ 11ഇടത്തും മധ്യപ്രദേശ്, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിലെ 8ഇടത്തും 4ാം ഘട്ടത്തിലാണ് പോളിംഗ് നടക്കുക. 1717 സ്ഥാനാർത്ഥികളാണ് ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. ജമ്മുകശ്മീരിലെ ശ്രീനഗർ മണ്ഡലത്തിലും നാളെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അധിർ രഞ്ജൻ ചൌധരി, അഖിലേഷ് യാദവ്, മഹുവ മൊയ്ത്ര, YS ഷർമിള, അസാദുദ്ദീൻ ഒവൈസി, യൂസഫ് പഠാൻ എന്നിവരാണ് ജനവിധി തേടുന്ന പ്രമുഖർ. MG മിഥുനുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും. മിഥുൻ, കഴിഞ്ഞ 3 ഘട്ടങ്ങളിൽ നടന്ന പ്രചരണത്തിൽ നിന്നും ഇപ്പോൾ സ്ഥിതി മാറി, പുതിയ വിവാദങ്ങൾ വന്നിരിക്കുന്നു. നാളെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? പാർവതി, നിശബ്ദ പ്രചരണത്തിലാണ് 96 മണ്ഡലങ്ങളുള്ളത്. 10 സംസ്ഥാനങ്ങളിലെ 96 മണ്ഡലങ്ങളിലേക്കാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത്. അതിൽ പ്രധാനമായും തെക്കേ ഇന്ത്യയിലെ 2 സംസ്ഥാനങ്ങളിലെ മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലും നാളെയാണ് ഒരുമിച്ച് വോട്ടെടുപ്പ് നടക്കുന്നത്. ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെ വോട്ടെടുപ്പാണ് നടക്കുന്നത്. ഇവിടെയൊക്കെ തന്നെ ശക്തമായ ഒരു ത്രികോണ മത്സരം തന്നെ നടക്കാനുള്ള സാധ്യത തന്നെയാണ് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത്. ആന്ധ്രാപ്രദേശിൽ ഒരു തിരിച്ചുവരവിനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നതെങ്കിൽ അവിടെ TDPയും ഒപ്പം തന്നെ ജനസേനയും ഉൾപ്പെട്ട സഖ്യത്തിലൂടെ BJPക്ക് ഒരു ആദ്യമായി തന്നെ അവിടെ ഒരു നിലയുറപ്പിക്കാനുള്ള ഒരു ശ്രമം കൂടി NDA നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒപ്പം തന്നെ YSR കോൺഗ്രസിന്റെ ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടി അവിടെ മുൻകാലങ്ങളിലെ പോലെ തന്നെ ഇത്തവണയും വിജയിച്ചു കയറാനാകുന്നുള്ള ശുഭപ്രതീക്ഷ അവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അത്തരത്തിൽ എളുപ്പമാകില്ല എന്നുള്ളൊരു സർവേ ഫലം തന്നെയാണ് അവിടെ നിന്ന് നേരത്തെ തന്നെ ഈ ഒരു പ്രീപോൾ സർവേകളുമായി ബന്ധപ്പെട്ട അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തെലങ്കാനയിൽ 17 ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത്. ലോക്സഭാ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ 4 സീറ്റുകളിൽ BJPക്ക് വിജയിക്കാനായിരുന്നു. ഒപ്പം തന്നെ കോൺഗ്രസിനും കൂടാതെ BRSനും അവിടെ വലിയ നേട്ടമുണ്ടാക്കാൻ സാധിച്ചിരുന്നു. പക്ഷേ സമീപകാലത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി BRSന് നേരിടേണ്ടി വന്നു. ആദ്യമായി കോൺഗ്രസ് അവിടെ അധികാരത്തിൽ വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തു രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ. അങ്ങനെ കോൺഗ്രസ് ഇത്തവണ നില മെച്ചപ്പെടുത്തും, വലിയ രീതിയിലുള്ള ഭൂരിപക്ഷത്തോടു കൂടി അവിടെ കൂടുതൽ സീറ്റുകൾ നേടുമെന്നുള്ളൊരു വിലയിരുത്തൽ പാർട്ടിക്കുണ്ട്. അതുപോലെ തന്നെ ഇത്തവണ നേരത്തെ ഉണ്ടായിരുന്ന 4 സീറ്റുകളേക്കാൾ അപ്പുറം 2 അക്കത്തിലേക്ക് കടക്കുമെന്നുള്ളൊരു പ്രതീക്ഷ NDAയും വെച്ചു
പുറത്തുണ്ട്. അങ്ങനെയാണ് സൗത്ത് ഇന്ത്യയിലെ ഈ ഒരു 2 മണ്ഡലങ്ങളിലെ ഒരു കാഴ്ച. ഒപ്പം തന്നെ നമ്മൾ ഉത്തരയിലേക്കും മധ്യ ഇന്ത്യയിലേക്കും പോകുമ്പോൾ മഹാരാഷ്ട്രയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത്. അവിടെ നാളെ 11 മണ്ഡലങ്ങളിലാണ് മത്സരം നടക്കാൻ പോകുന്നത്. ഈ 11 മണ്ഡലങ്ങളിലും മുൻകാലങ്ങളിൽ മഹാവികാസ് അഘാടി സഖ്യത്തിന് ഏറ്റവും കൂടുതൽ മേൽക്കൈ സമ്മാനിച്ച അല്ലെങ്കിൽ അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ തന്നെയാണ് അവിടെ മത്സരം നടക്കുന്നത്. പക്ഷേ സമീപകാലത്തുണ്ടായിട്ടുള്ള ഈ തിരിച്ചടികൾ അതിൽ NCP പിളർന്നിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ശിവസേന പിളർന്ന് 2 വിഭാഗങ്ങളായി NDAയുടെ ഭാഗമാവുകയും ഒപ്പം തന്നെ മഹാവികാസ് അഘാടി സഖ്യത്തിൽ ഉദ്ധവ് താക്കറെയും NCPയിൽ ശരത് പവാറിന്റെ സഖ്യവും മാത്രമാണുള്ളത്. അജിത് പവാറും ഏക്നാഥ് ഷിൻഡെയും മറ്റ് NDAയുടെ ഭാഗത്തേക്ക് പോയതിന് പിന്നാലെ അവിടെ ഭരണം മാറുന്നൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. എന്തായാലും നിലനിൽപ്പിന്റെ പോരാട്ടമായി തന്നെയാണ് മഹാരാഷ്ട്രയെ സംബന്ധിച്ച് കാണുന്നത്. അവിടെ NCPയുടെ യഥാർത്ഥ NCP ആരാണ് എന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം തെളിയിക്കാമെന്നായിരുന്നു ശരത് പവാർ പറഞ്ഞത്. നിലവിൽ ഈ 2 പാർട്ടികൾക്കും ചിഹ്നമോ പേരോ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അത് വോട്ടെടുപ്പിൽ തിരിച്ചടിയാകുമോ എന്നുള്ളൊരു ആശങ്ക കൂടി പാർട്ടികൾക്കുണ്ട്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മുന്നണികൾ പോരിനിറങ്ങുന്നത്. ഈ ഹിന്ദി ഹൃദയഭൂമിയിലടക്കം നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. മധ്യപ്രദേശിലും UPയിലും ഒക്കെ തന്നെ വലിയ രീതിയിൽ പ്രചാരണം അഴിച്ചുവിടാൻ സാധിച്ചു. കനോജിൽ അഖിലേഷ് യാദവ് മത്സരരംഗത്തുണ്ട്. കാരണം SP-യുടെ അധ്യക്ഷൻ കൂടിയാണ്. കനോജിൽ മത്സരരംഗത്തിറങ്ങുമ്പോൾ അദ്ദേഹത്തിന് ഇത്തവണ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കയറാനാകുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. കാരണം കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വിഭിന്നമായി ഇത്തവണ SP അവിടെ കൂടുതൽ സീറ്റുകൾ നേടാനുള്ള ഒരു വിലയിരുത്തലുണ്ട്. അത്തരത്തിൽ വലിയ പ്രചാരണം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ അവിടെ എത്തി കാഴ്ചവെക്കുകയും ചെയ്തത്. കൂടാതെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ അവിടെ കേന്ദ്രീകരിച്ച് നിരവധി തവണയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ വരവോടെ ഈ പ്രചരണത്തിന്റെ ഗതി തന്നെ മാറിയിരിക്കുകയാണ്. ഇത് BJPയെ ഏത് തരത്തിലാണ് പ്രതിരോധത്തിലാക്കുന്നത്? വലിയ ആശയക്കുഴപ്പമാണ് BJPക്ക് ഇടയിൽ അദ്ദേഹത്തിന്റെ പ്രസ്താവനയ്ക്ക് ഉണ്ടാക്കാനായത്. പർവ്വതി, തീർച്ചയായും അതായത് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായതിന് പിന്നാലെ BJP ഇത്രയധികം പ്രതിരോധത്തിലാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസമാണ്. അരവിന്ദ് കെജ്രിവാൾ 50 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങിയ ശേഷം ഇന്നലെ പ്രവർത്തകരെയും രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയുണ്ടായി. അതിൽ ആദ്യമായാണ് ഇത്തരത്തിൽ മോദി 75 വയസ്സ് തികഞ്ഞാൽ ഇനി 1 വർഷം കഴിഞ്ഞാൽ അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറും, മോദി വോട്ട് ചോദിക്കുന്നത് ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് വേണ്ടിയാണ് എന്നുള്ളൊരു പരാമർശം അദ്ദേഹം നടത്തുകയും ചെയ്യുന്നത്. അതിൽ ചൂണ്ടിക്കാണിച്ചത് ആം ആദ്മി പ്രവർത്തകരും ഒപ്പം തന്നെ നേതാക്കളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉള്ള ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. നേരത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി നടത്തിയ പ്രസ്താവന തന്നെയായിരുന്നു 75 വയസ്സാകുമ്പോൾ വിശ്രമ ജീവിതത്തിലേക്ക് നയിക്കും, മറ്റ് നേതാക്കൾ രാജ്യം നയിക്കാനായി രംഗത്തേക്ക് വരുമെന്നുള്ളൊരു പ്രസ്താവന നേരത്തെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി നടത്തിയിരുന്നു. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു കേജ്രിവാൾ ആഞ്ഞടിക്കുകയും ചെയ്തത്. അതിൽ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. അതായത് നേരത്തെ മുൻകാലങ്ങളിൽ BJP ഭരിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളിലെ നേതാക്കളുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. അതായത് മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൗഹാൻ, ഒപ്പം തന്നെ രാജസ്ഥാനിൽ വസുന്ധരാജെ സിൻഹ തുടങ്ങിയ നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ വിശ്രമ ജീവിതത്തിലാണ്. അതേ രീതിയിൽ തന്നെയാണ് ഇനിയുള്ള ഈ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം അടുത്ത 1 വർഷക്കാലത്തിനുള്ളിൽ തന്നെ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ വിശ്രമ ജീവിതത്തിലേക്ക് നയിക്കാനുള്ള ഒരു തന്ത്രം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ശ്രമം ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു എന്നുള്ള ഒരു പരാമർശം കൂടി അദ്ദേഹം നടത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിൽ വലിയ രീതിയിൽ പ്രതിരോധത്തിൽ BJP പോകുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതിനെ കണ്ടിച്ചുകൊണ്ട് ആഭ്യന്തരമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം പ്രസ്താവന ഇറക്കിയിരുന്നു. ഒപ്പം തന്നെ ബൈറ്റ് നൽകുകയും ചെയ്തിരുന്നു. അതിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നത് BJPയുടെ ഭരണഘടന അനുസരിച്ച് ഒരിക്കലും പറഞ്ഞിട്ടില്ല 75 നാളെയാണ് നടക്കുന്നത്. ഒപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള പ്രചരണങ്ങളിൽ സജീവമായിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ. ഡൽഹിയിലടക്കം ഇന്ത്യ സഖ്യ സ്ഥാനാർത്ഥികൾക്കായി കെജ്രിവാൾ പ്രചരണം തുടരും. വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്നും MG മിഥുൻ. സമരം അവസാനിപ്പിച്ചെങ്കിലും എയർ ഇന്ത്യ വിമാനങ്ങൾ ഇന്നും റദ്ദാക്കി. നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള 2 എയർ ഇന്ത്യ വിമാനങ്ങളാണ് റദ്ദാക്കിയത്. 8:35 ദമാമിലേക്കും 9:30 ബഹ്റിനിലേക്കുമുള്ള വിമാനങ്ങളാണ് ഇന്ന് റദ്ദാക്കിയത്. വിവരം നേരത്തെ തന്നെ യാത്രക്കാരെ അറിയിച്ചിരുന്നു. വാർത്താരംഭത്തിൽ ഒരിടവേള. പ്രീ ഡിഗ്രിയാണ് കെജ്രിവാൾ. വാർത്താരംഭത്തിലേക്ക് വീണ്ടും. +2 സീറ്റ് വിഷയത്തിലെ ലീഗിന്റെ പ്രതികരണത്തെ വിമർശിച്ച് ഡോക്ടർ KT ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മലപ്പുറത്തോടുള്ള അവഗണനയായി അതിനെ വ്യാഖ്യാനിക്കുന്നത് സർക്കാരിനെതിരെ മുസ്ലിം വിരുദ്ധ ചാപ്പ കുത്താനുള്ള ശ്രമമാണെന്നാണ് ജലീലിന്റെ ആക്ഷേപം. ഹയർ സെക്കൻഡറിയിലെ 20% സീറ്റ് വർധന പുതിയതല്ലെന്നും ലീഗ് ഭരണത്തിലിരുന്ന കാലത്തും അത് അനുവദിച്ചിരുന്നു. വടകര പൂത്തിരി മലപ്പുറത്ത് കത്തിക്കരുതെന്നും പോസ്റ്റിൽ ജലീൽ പറയുന്നു. +2 വിഷയത്തിൽ ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം സർക്കാരിനെതിരെ ന്യൂസ് 18നോട് പ്രതികരിച്ചിരുന്നു. CB അനുമോദിന്റെ റിപ്പോർട്ട് കാണാം.
+1 സീറ്റ് വിഷയത്തിൽ മലപ്പുറത്ത് ലീഗ് ഇടതുപക്ഷം ആയിട്ടുള്ള ആ തർക്കം തുടരുകയാണ്. +1 അധികം സീറ്റുകളല്ല ബാച്ചുകളാണ് വേണ്ടത് എന്ന ആവശ്യമാണ് മുസ്ലിം ലീഗും അതുപോലെ വിദ്യാർത്ഥി സംഘടനകളൊക്കെ തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം PMA സലാമും അതിനു മുമ്പ് PK കുഞ്ഞാലിക്കുട്ടിയുമൊക്കെ ഈ ഒരു ആവശ്യവുമായി രംഗത്തെത്തിയിരുന്നു. കൂടുതൽ സീറ്റുകൾ അനുവദിച്ച് ഒരു ക്ലാസ്സിൽ 50 കുട്ടികൾ ഇരിക്കേണ്ടിടത്ത് 65 അതിലധികവും കുട്ടികൾ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കരുത്. കുട്ടികൾ ഞെങ്ങി പഠിക്കുന്ന അവസ്ഥ ഒഴിവാക്കണം. അതുകൊണ്ട് ബാച്ചുകൾ പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ കുട്ടികളില്ലാത്ത ബാച്ചുകൾ വടക്കൻ കേരളത്തിലേക്ക് മാറ്റണമെന്ന ആവശ്യമാണ് ലീഗ് ഉന്നയിക്കുന്നത്. ഇതിനെയൊക്കെ വിമർശിച്ചുകൊണ്ടാണ് KT ജലീലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉള്ളത്. അതായത് ഇതാദ്യമായിട്ടല്ല ഈ ഒരു സീറ്റുകളുടെ വർധനവ് ഉണ്ടാക്കുന്നത്. അത് 2016 UDF സർക്കാർ ചെയ്തപ്പോൾ സ്വാഗതം ചെയ്തവരാണ് ഇപ്പോൾ LDF സർക്കാർ ചെയ്യുമ്പോൾ അതിനെ വിമർശിക്കുന്നത് എന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തെ മറ്റൊരു വർഗീയമായിട്ട് കണ്ട് അത്തരത്തിലുള്ള വേർതിരിവ് നടത്തരുത്, അത്തരത്തിലുള്ള പ്രചാരണം നടത്തരുത്, വടകര പൂത്തിരി കത്തിക്കരുത് എന്നൊരു മുന്നറിയിപ്പ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ FB പോസ്റ്റിൻ്റെ തലക്കെട്ട് തന്നെ ദയവ് ചെയ്ത് വടകര പൂത്തിരി മലപ്പുറത്ത് കത്തിക്കരുത് എന്നുള്ളതാണ്. അതിനുശേഷമാണ് അദ്ദേഹം ഈ ഒരു കണക്കുകൾ വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. 25,000-ത്തിലധികം പേർ 2016 പ്രൈവറ്റായിട്ട് +1 രജിസ്റ്റർ ചെയ്തിരുന്നു. 2023 ആയപ്പോഴേക്കും അത് 12,000 ചുരുങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ഇടതുപക്ഷം കൂടുതൽ ബാച്ചുകൾ അനുവദിച്ചുകൊണ്ട് തന്നെയായിരുന്നു. ഇപ്പോൾ സ്കൂളുകളിലെ സാഹചര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഭൗതിക സാഹചര്യങ്ങളെല്ലാം തന്നെ മാറിയിട്ടുണ്ട്. നല്ല ക്ലാസ് മുറികൾ, ഇരിക്കാനുള്ള സൗകര്യങ്ങൾ, അത്തരത്തിൽ എല്ലാ തരത്തിലും സ്കൂളുകൾക്ക് മാറ്റം വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടിയിരുന്ന് പഠിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇതൊക്കെ ഇടതുപക്ഷ സർക്കാർ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു സീറ്റ് വർധനവിനെതിരെ പ്രഖ്യാപിച്ചിരിക്കുന്നത് യുദ്ധപ്രഖ്യാപനമാണ്. അതിലെ അനൗചിത്യം വിവേകശാലികൾ തിരിച്ചറിയണമെന്ന് അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു കാര്യത്തിൽ മുസ്ലിം വിരുദ്ധ ചാപ്പ കുത്താനുള്ള നീക്കം ദൗർഭാഗ്യവശാൽ നടക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോഴും ഈ പ്രശ്നം, അതായത് സീറ്റുകളുടെ കുറവ് ശാശ്വതമായിട്ട് മുഖ്യമന്ത്രി പരിഹരിക്കുമെന്നൊരു ഉറപ്പും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അവസാനം അദ്ദേഹം കുറിക്കുന്നു. അതായത് ഈ ഒരു വിഷയത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു ആദ്യ പ്രതികരണമായിട്ട് തന്നെ വേണം KT ജലീലിൻ്റെ ഈ FB പോസ്റ്റിനെ കാണുവാൻ. കഴിഞ്ഞ ദിവസം ലീഗിൻ്റെ ഉന്നത നേതാക്കളൊക്കെ ഇക്കാര്യത്തിൽ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും തുടങ്ങാനിരിക്കുന്നുണ്ട്. ഇതിൽ ബാച്ചുകളുടെ വർധനവ് അനിവാര്യമാണ് എന്ന ആവശ്യവുമായി മുന്നോട്ട് വരുമ്പോഴാണ് ഈ കാര്യത്തിൽ ഇപ്പോൾ KT ജലീലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. മലപ്പുറത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. കടുത്ത ചൂടിന് ശമനമേകി സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വേനൽ മഴ. പത്തനംതിട്ട, ഇടുക്കി, വയനാട് എന്നിവിടങ്ങളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാളെ തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി എന്നീ ജില്ലകളിലും മഞ്ഞ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. മറ്റന്നാൾ പത്തനംതിട്ടയിലും 15-ന് പത്തനംതിട്ട, ഇടുക്കി എന്നീ ജില്ലകളിലും മഞ്ഞ അലർട്ടാണ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. അതേസമയം കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം മൂവാറ്റുപുഴയിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 10 പേർക്ക് പരിക്ക്. 4 പേരുടെ പരിക്ക് ഗുരുതരമാണ്. കനത്ത മഴയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം മറ്റു വാഹനങ്ങളിൽ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് മൂവാറ്റുപുഴ തൊടുപുഴ റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. കാസർഗോഡ് 2 കോടി രൂപയുടെ സ്വർണം പിടികൂടി. കാറിൽ കടത്തുകയായിരുന്ന 2,04 ലക്ഷം രൂപയുടെ 2838 ഗ്രാം സ്വർണമാണ് കസ്റ്റംസ് പിടിച്ചത്. കാസർഗോഡ് വെച്ച് മംഗളൂരു സ്വദേശി ദേവരാജ് സേഡിൽ നിന്നാണ് സ്വർണം കണ്ടെടുത്തത്. തൃശൂരിൽ ജയിൽ പുള്ളിയുടെ സുഹൃത്തുക്കൾ പോലീസുകാരെ ആക്രമിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള പ്രതിയെ കാണാൻ എത്തിയ സുഹൃത്തുക്കളാണ് പോലീസുകാരെ ആക്രമിച്ചത്. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ നിതീഷിന് പരിക്കേറ്റു. 3 പേർ ചേർന്നാണ് പോലീസിനെ ആക്രമിച്ചത്. കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി 2 പേരെ കസ്റ്റഡിയിലെടുത്തു. തൃപ്പൂണിത്തുറയിൽ പിതാവിനെ ഉപേക്ഷിച്ച സംഭവത്തിൽ നടപടിക്ക് പോലീസ്. മകൻ അജിത് കുമാറിനെ പോലീസ് ഉടൻ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യും. അജിത്തിനെതിരെ കേസെടുത്തെങ്കിലും കുടുംബവുമായി വേളാങ്കണ്ണിക്ക് പോയതിനാൽ ചോദ്യം ചെയ്യാനോ മറ്റ് നടപടികൾ സ്വീകരിക്കാനോ സാധിച്ചിട്ടില്ല. സംഭവം വിവാദമായിട്ടും പിതാവിനെ ഏറ്റെടുക്കാൻ 2 പെൺമക്കളും വിസമ്മതിച്ചതോടെ ഇദ്ദേഹത്തെ ജ്യേഷ്ഠന്റെ വീട്ടിലേക്ക് മാറ്റിയിരുന്നു. നവമി ദിനേശ് ഉണ്ട് കൊച്ചിയിൽ നിന്നും. നവമി, തുടർ നടപടി എന്താണ് പോലീസിന്റെ? പാർവതി, ഇതിൽ ഏറ്റവും അവസാനമായി മകൻ കുടുംബത്തോടൊപ്പം തീർത്ഥാടനത്തിന് വേളാങ്കണ്ണിയിൽ പോയിരിക്കുകയാണെന്നാണ് പോലീസിനെ അറിയിച്ചത്. അതോടൊപ്പം തന്നെ അച്ഛനെ ഇനി ഏറ്റെടുക്കാൻ കഴിയില്ല എന്നും ഫോണിൽ
മകൻ അറിയിക്കുകയും ചെയ്തു പോലീസിനെ. എന്തായാലും മകനെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇന്നലെ തന്നെ ആരോഗ്യമന്ത്രി അടക്കം ഇടപെട്ട ഒരു വിഷയം കൂടിയായതിനാൽ കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. ഈ വയോജകരെ ഇത്തരത്തിലുള്ളൊരു ഉപേക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ അവർക്കെതിരെ നടത്തുന്ന ക്രൂരത എന്ന വകുപ്പ് ചുമത്തിയാണ് ഈ മകനെതിരെ കേസെടുത്തിരിക്കുന്നത്. എന്തായാലും വേളാങ്കണ്ണിയിൽ പോയി തിരിച്ചെത്തിയാൽ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനാണ് പോലീസ് മകന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഇന്നലെ തന്നെ ഈ 2 പെൺമക്കളും അച്ഛനെ കാണാൻ എത്തിയിരുന്നു. പക്ഷേ അച്ഛനെ ഏറ്റെടുക്കാൻ സാധിക്കില്ല എന്ന് അവർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കാരണം ഈ പ്രധാനമായും ഭർത്താക്കന്മാരോടൊപ്പമാണ് തങ്ങൾ താമസിക്കുന്നത്. അവിടെ വന്ന് ഭർത്താക്കന്മാർക്ക് ഈ 2 മക്കൾ, അതായത് ഈ ആൺമകൻ ഉൾപ്പെടെ 3 മക്കളാണ് ഷൺമുഖനുള്ളത്. ഈ പെൺമക്കൾക്ക് ജോലിയില്ല, ഭർത്താക്കന്മാരുടെ ഒപ്പമാണ് താമസിക്കുന്നത്. അവർക്ക് ഈ അച്ഛന്റെ കൂടി ചുമതല ഏറ്റെടുക്കാൻ സാധിക്കില്ല. അതിനാൽ അച്ഛനെ തങ്ങൾക്കൊപ്പം കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ഇന്നലെ തന്നെ പെൺമക്കൾ 2 പേരും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇന്നലെ ആശുപത്രിയിൽ നിന്നും നേരെ ഈ ഷൺമുഖന്റെ സഹോദരന്റെ വീട്ടിലേക്കുള്ള മൂവാറ്റുപുഴയിലുള്ള വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. എന്തായാലും ഇന്നലെ 70 വയസ്സ് കഴിഞ്ഞ വയോധികരെ കഴിഞ്ഞ 2 ദിവസമായി ആഹാരം പോലും കഴിക്കാത്ത രീതിയിൽ നാട്ടുകാർ കണ്ടെത്തുകയും പിന്നീട് ആശുപത്രിയിലും പോലീസിനെയൊക്കെ വിവരം അറിയിച്ച് പാലിയേറ്റീവ് കെയർകാർ വന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ്. എങ്ങനെയാണ് സ്വന്തം മകന് അച്ഛനെ ഇങ്ങനെ ഉപേക്ഷിച്ച് തീർത്ഥാടനത്തിന് പോകാൻ കഴിയുക എന്നുള്ളൊരു ചോദ്യമാണ് നാട്ടുകാരുൾപ്പെടെ ഉന്നയിക്കുന്നത്. മകൻ അജിത് കുമാർ എത്തിയാൽ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് കൂടുതൽ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഷൺമുഖന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട്. 2 ദിവസമായി ആഹാരം കഴിക്കാതെ പ്രഷറും ഷുഗറും ഒക്കെ കൂടിയൊരു സാഹചര്യത്തിലായിരുന്നു കാണപ്പെട്ടത്. എന്തായാലും വേണ്ട ചികിത്സയൊക്കെ നൽകി സ്വന്തം വീട്ടിലേക്ക്, മൂവാറ്റുപുഴയിലേക്കുള്ള വീട്ടിലേക്ക് ഷൺമുഖനെ കൊണ്ടുപോയിട്ടുണ്ട്. ഇന്നലെ 2 പെൺമക്കളും അവിടെ എത്തി ഷൺമുഖനെ സന്ദർശിക്കുകയും ചെയ്തു. പോലീസ് തന്നെ ഇന്നലെ വ്യക്തമാക്കിയിരുന്നത് കഴിഞ്ഞ ദിവസങ്ങൾ ഇതിനു മുൻപ് തന്നെ പെൺമക്കൾക്ക് ഷൺമുഖനെ കാണാനായി ആ വീട്ടിലെത്തുമ്പോൾ മകൻ അജിത് കുമാർ സമ്മതിക്കാത്തൊരു സാഹചര്യം ഉണ്ടായി. പോലീസിനെയൊക്കെ കൂട്ടിയിട്ടാണ് അച്ഛനെ കാണുന്നൊരു സാഹചര്യത്തിലേക്കൊക്കെ എത്തിയിരുന്നത്. സാമ്പത്തിക പ്രശ്നം, കുടുംബപരമായ പ്രശ്നം തന്നെയാണ് മകൻ ഇതിനു മുൻപും തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ പെൺമക്കളൊക്കെ അന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞുവെങ്കിലും അന്ന് അജിത് കുമാർ ഷൺമുഖരെ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ അച്ഛനെ നോക്കില്ല. ഇങ്ങനത്തെ 2 വിചിത്രമായിട്ടുള്ള രീതിയിലാണ് അജിത് കുമാർ ഇത്രയും നാളും പെരുമാറിക്കൊണ്ടിരുന്നത്. ഏറ്റവും ഒടുവിൽ അച്ഛനെ ഉപേക്ഷിച്ച സംഭവത്തിൽ മകനെതിരെ പോലീസ് കേസെടുത്തു. വിവരങ്ങൾ നൽകിയത് നവമി ദിനേശ്. തിരുവനന്തപുരം വെങ്ങാനൂർ പൗർണമിക്കാവ് ബാലത്രിപുര സുന്ദരി ദേവീക്ഷേത്രത്തിൽ പുതുതായി 3 ദേവീ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. ഒറ്റ വെണ്ണക്കല്ലുകളിൽ കൊത്തിയ വിഗ്രഹങ്ങളാണ് പ്രതിഷ്ഠിക്കുക. ആദിപരാശക്തി ദേവി, ദേവിയുടെ കാവൽക്കാരായ ദുർഗ, രാജമാതങ്കി, സിംഹം, നന്ദികേശൻ എന്നിവയാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുക. രാജസ്ഥാനിലെ ജയ്പൂരിൽ നിന്ന് വിഗ്രഹങ്ങൾ ഘോഷയാത്രയായി ഇന്നലെ ക്ഷേത്ര പരിസരത്ത് എത്തിച്ചു. ജൂലൈയിൽ രാജ്യത്തെ വിവിധയിടങ്ങളിൽ നിന്നെത്തുന്ന 100ഓളം സന്യാസിമാരുടെയും പുരോഹിതന്മാരുടെയും കാർമ്മികത്വത്തിൽ ദേവീ വിഗ്രഹങ്ങളുടെ പ്രാണപ്രതിഷ്ഠ നടത്തും. ദ്വാരക മഠത്തിൽ നിന്നെത്തുന്ന കൃഷ്ണദേവാനന്ദഗിരി മഹാരാജ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ക്ഷേത്ര മുഖ്യ കാര്യദർശി MS ഭുവനചന്ദ്രനാണ് ഇക്കാര്യം അറിയിച്ചത്. സമഗ്രമായൊരു വാർത്താ ദിനത്തിലേക്ക് സ്വാഗതം. വാർത്താരംഭം പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ സുപ്രധാനപ്പെട്ട